അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഡെലിവറി വ്ളോഗായിരിക്കും. നിങ്ങൾ ക്യാപ്ഷൻ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. അപ്പോൾ ഇന്ന് മോർണിംഗ് തന്നെ ഞാൻ എന്തോന്ന് നേരത്തെ എഴുന്നേറ്റു. ഒരു 3:30 4:30 ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഉറക്കം മതിയായി. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആൻസൈറ്റിയും എക്സൈറ്റ്മെൻറ്റൊക്കെ കുറേ ആയിട്ട് ആവാം. അപ്പം ഇപ്പം ഞാൻ അമ്പലത്തിൽ വന്നേക്കുവാണ്, ഒന്നൊന്ന് റിലാക്സ് ആവാം. അപ്പം അമ്പലത്തിലകത്ത് എന്തായാലും കയറാൻ പറ്റില്ല, അപ്പോൾ പുറത്ത് നിന്നെങ്കിലും തൊഴുത് പോവാമെന്ന് വെച്ചു. അപ്പം ഞാനും അമ്മയും അമ്പലത്തിലേക്ക് വന്നു. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഏതൊക്കെ ക്ലിപ്സാണ് ഞാൻ ആഡ് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. നോക്കാം, എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്യാമെന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും അഡ്മിഷൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ ഞങ്ങളൊരു 2 മണിയാകുമ്പോഴത്തേക്കും മാസ്റ്റർ എത്തുന്ന പോലെ പോകണം. അപ്പോൾ അങ്ങനെ ഒരു മിക്സഡ് ഇമോഷൻസ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. സന്തോഷവും ഉണ്ട്, വിഷമവും ഉണ്ട്, എന്തൊക്കെയൊക്കെയോ എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. പിന്നെ ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ കമ്മലും മാലയും ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ഫുൾ ലേബറിന് പ്രിപ്പയർ ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് 38 വീക്സ്, ഇന്നത്തേക്ക് 38 വീക്സ് 4 days ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് ഈ ടൈം എനിക്ക് നെക്സ്റ്റ് വീക്ക് ശരിക്കും എൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ December 29th ആയിരുന്നു. പക്ഷേ എനിക്ക് ലാസ്റ്റ് വീക്ക് ഒരു കുറച്ച് ഹെവി കോൺട്രാക്ഷൻ വന്നായിരുന്നു. അപ്പോൾ ഞാൻ അഡ്മിറ്റഡ് ആയിരുന്നു. അതൊരു 1 വീക്കോളം നമുക്ക് എങ്ങനെയാണ് കോൺട്രാക്ഷൻ നോക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്കൊരു 3 days ആയിട്ട് കണ്ടിന്യൂസ് കോൺട്രാക്ഷൻ വന്നു. പിന്നെ ഞാൻ അഡ്മിറ്റ് ആയ ഡേയിൽ എനിക്ക് മാറുന്നുണ്ടായിരുന്നില്ല പെയിൻ. നമുക്ക് ഈ പീരിയഡ് ക്രാമ്പ് ഒക്കെ വരുന്ന പോലെ തന്നെ ഇപ്പോൾ ഇത് ഫാൾസ് ലേബർ ആണോ റിയൽ കോൺട്രാക്ഷൻ ആണോ എന്നൊന്നും എനിക്ക് ഐഡിയ ഉണ്ടായില്ല. പിന്നെ അതിങ്ങനെ നിൽക്കാതെ ലാസ്റ്റ് ചെയ്യണമെന്ന് കണ്ടപ്പോൾ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി റിസ്ക് എടുക്കണ്ടെന്ന് വെച്ച്. അപ്പോൾ അവിടെ പോയപ്പോൾ ഡോക്ടർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. നമുക്ക് നോക്കാം, ഇൻ കേസ് കോൺട്രാക്ഷൻ കൂടുകയാണെങ്കിൽ അന്ന് തന്നെ ഡെലിവറി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു December 11th ഞാൻ പോയി അഡ്മിറ്റ് ആയത്. അപ്പോൾ ഒരു രാത്രി വരെ എനിക്ക് കോൺട്രാക്ഷൻ നിന്നു. അത് 10 o'clock കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കോൺട്രാക്ഷൻ ഓൾമോസ്റ്റ് ഓക്കെ ആയായിരുന്നു. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു പിന്നെ ഇൻഡ്യൂസ് ചെയ്യില്ല, നാച്ചുറലി കോൺട്രാക്ഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലേബർ പ്രൊസീഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് 38 week 4 days ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് അഡ്മിഷൻ ഈ ടൈം ആക്കാം. അല്ലെങ്കിൽ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു December 29th ഒക്കെ ആയിട്ടാവാം. പിന്നെ ഓരോരോ ഡോക്ടേഴ്സിന് ഇതായിട്ടിരിക്കും കേട്ടോ. ഇപ്പോൾ എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈവൻ തോ December 29th ആണ് ഡ്യൂ ഡേറ്റ് എങ്കിലും നമ്മളതിൻ്റെ 1 week തൊട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങും അഡ്മിഷനെ പറ്റി. അപ്പോൾ അതുകൊണ്ടാവാം ഇങ്ങനെ ഒരു 38 weeks 4 days. അപ്പോൾ ഓൾറെഡി ബേബി റെഡിയാണ്, അതുകൊണ്ട് നമുക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് റീസൺ ഞാനിപ്പോൾ അഡ്മിഷൻ ഫിക്സ് ചെയ്ത് പോവാനുള്ള കാരണം. അപ്പോൾ അമ്മ പ്രസാദമൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. ഹായ് ഇനി നമുക്ക് പോവാം. കാറ്റ് പോവാനേ കുഞ്ഞുവാവിയെ കൊണ്ടുവരാട്ടാ കേട്ടാ, കുഞ്ഞുവാവിനെ കൊണ്ടുവരാട്ടാ കേട്ടാ. ബിസ്ക്കറ്റിന്റെ മണം കിട്ടിയത് ബൈ ബൈ. കുഞ്ഞുവാവെ കൊണ്ടുവരാം. മമ്മി അമ്മ നോക്കുന്നില്ല നിങ്ങളുടെ. അപ്പം നമ്മൾ ആസ്റ്റർ എത്തി. ഇനി ഇവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ ലേബർ റൂമിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് എൻട്രൻസ്. പിന്നെ ഇതാണ് ബേബീനെ കിടത്താനുള്ള സ്ഥലം, ഡെലിവറി കഴിഞ്ഞിട്ടുള്ളത്. ഇതെൻ്റെ ബെഡ്, പിന്നെ ഇത് പാർട്ട്ണറിന് വേണ്ടിയുള്ള ബെഡ്. അപ്പോൾ ഇതാണ് LTPR റൂമിൻ്റെ ഫുൾ ഡീറ്റെയിൽ. പിന്നെ ഇവിടുത്തെ വ്യൂ ഒന്നും പറയാനില്ല.
നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് എക്യുപ്മെൻറ്റ്സും അവർ വെച്ചിട്ടുണ്ട് നമുക്ക് ഡെലിവറി ടൈമിന് വേണ്ടിയുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫൈനലി ഞാൻ വന്ന് നമ്മളുടെ അഡ്മിഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ അവരുടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. ഒരു PV ചെയ്ത് നോക്കി, ഡൈലേറ്റ് ആയിട്ടില്ല. അപ്പോൾ മെഡിസിൻ തന്നു പെയിനിന് വേണ്ടി. അപ്പോൾ ഇപ്പോൾ പെയിൻ വന്ന് തുടങ്ങി, പെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ വേറെ അവരുടെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇപ്പോൾ കറൻ്റ്ലി ഡൈലേറ്റ് ആവാൻ വെയിറ്റ് ചെയ്യുവാണ്. അപ്പം ഞാൻ ഇനി അടുത്ത ഇതിൽ പറയാം ഡീറ്റെയിൽ ബാക്കി കാര്യങ്ങൾ. ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സൊക്കെ തുടങ്ങി. അതുകൂടാതെ നമുക്കൊരു ഫോളി ബൾബ് വജൈന വഴി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സെർവിക്സ് ഓപ്പൺ ആവാനും അതിൻ്റെ എക്സ്പാൻഷനും വേണ്ടി. അപ്പോൾ അത് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. അത് ഫുൾ നൈറ്റ് എനിക്ക് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. തനിയെ ബൾബ് പുറത്തേക്ക് വരുന്ന വരെ ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. അത് കഴിഞ്ഞ് 23rd ഡെലിവറി പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ 23rd മോർണിംഗ് എഴുന്നേറ്റ് ഫ്രഷായി ഇനി നമ്മൾ ബാക്കി എന്തൊക്കെയുണ്ട് പ്രൊസീജിയറിന് വേണ്ടിയായിരുന്നു വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഡോക്ടർ വന്നതിന് ശേഷമേ നമുക്കറിയുള്ളൂ. അപ്പോഴത്തേക്കും എനിക്ക് എപ്പിഡ്യൂറൽ എടുത്തായിരുന്നു പെയിൻലെസ് ഡെലിവറിക്ക് വേണ്ടി. അപ്പോൾ ഒരു നംനെസ്സും ഒരു മയക്കും ഒക്കെ ആയിരുന്നു പിന്നെ ഉള്ള ടൈം. അങ്ങനെ നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. നൈറ്റായി റൂമൊക്കെ റെഡിയായി വന്നപ്പോൾ നമ്മളിവിടെ എടുത്തത് സിംഗിൾ റൂമായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ബേബിക്കും എനിക്കും പിന്നെ ഒരു ബൈസ്റ്റാൻഡറിന് നിൽക്കാൻ പറ്റുന്നതായിരുന്നു. അതുകൂടാതെ നമുക്കൊരു അനെക്സ് റൂമും ഉണ്ട്. നമ്മൾ എക്സ്ട്രാ പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബൈസ്റ്റാൻഡേഴ്സിനും അവിടെ പോയി നിൽക്കാം. അപ്പോൾ ഇതായിരുന്നു റൂമിൻ്റെ വിശേഷം. അമ്മ പോയത് സങ്കടം വന്നത് അതിനല്ലേ? കണ്ടോ അമ്മ പറഞ്ഞില്ലേ കുഞ്ഞാവെ കൊണ്ടുവരുന്ന. അമ്മ പിന്നെ തുറന്ന് കാണിച്ചത്. ഇപ്പൊ ഇവിടെ കണ്ടാ മതി. മണക്കണ കൈ വെച്ചിരുന്ന കിച്ച വാവെ കൊണ്ടുവന്ന കണ്ടോ കുഞ്ഞു വാവെ കൊണ്ടുവന്നില്ലേ? അമ്മ പറഞ്ഞില്ലേ കുഞ്ഞു വാവെ പതുക്കെ കയറണുണ്ടോ? മുട്ടി കുഞ്ഞു വാവെ കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? അതിനല്ലേ പോയി എല്ലാ ദിവസവും. അപ്പൊ മനസ്സിലായോ കുഞ്ഞിന്? കണ്ടോ, ഇതാണ് നിന്റെ ആൽഫ ചേച്ചി. ആൽഫ വിളിക്കുന്നത് കേട്ടത്. ഇതാണ് ആൽഫ ചേച്ചി. വേണ്ട വരും. അഖില് വരും.
സന്തോഷം